നമസ്കാരം. 2016 ഒക്ടോബർ 30 ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക വിശ്വാസികൾ നടുങ്ങിയ ദിനമായിരുന്നു അത്. മക്കയെയും മദീനയെയും ലക്ഷ്യമാക്കിയെന്ന് പാഞ്ഞു വന്ന മിസൈലുകൾ സദ്ദാമിൻ്റെ വജ്രായുധമായ സ്കഡിൻ്റെ ഗണത്തിൽ പെടുന്നവയായിരുന്നു. അയച്ചതാകട്ടെ യമനിലെ ഹൂത്തികളും. യമൻ്റെ വടക്ക് പടിഞ്ഞാറുള്ള സഅദ പ്രവിശ്യയിൽ നിന്ന് തൊടുത്ത മിസൈൽ മക്കയിലെത്തുന്നതിന് 65 കിലോമീറ്റർ അകലെ വെച്ച അറബ് സഖ്യസേന തകർക്കുകയായിരുന്നു. അതിനവരെ സഹായിച്ചതാകട്ടെ ഇസ്രായേലിൻ്റെ ടെക്നോളജിയും. എങ്ങനെ ഹൂത്തി വിമതർക്ക് ഇത്രയും മാരകമായ ബാലിസ്റ്റിക് മിസൈലുകൾ കിട്ടിയെന്ന് അന്വേഷണം ചെന്നെത്തിയത് ആ രാജ്യത്തിലേക്കായിരുന്നു. ബുർഖാൻ 1 എന്ന സ്കഡിൻ്റെ ഉപവിഭാഗമായ ബാലിസ്റ്റിക് മിസൈലാണ് ഹൂത്തികൾ ഉപയോഗിച്ചത്. 900 കിലോമീറ്റർ അകലെ നിന്ന് പ്രയോഗിച്ച മക്കയ്ക്ക് 65 കിലോമീറ്റർ അടുത്തുവരെ എത്താൻ ഈ മിസൈലിന് സാധിച്ചു എന്നത് അറബ് രാജ്യങ്ങളെ ഞെട്ടിച്ചു. എങ്ങനെ ഹൂത്തി വിമതർക്ക് ഇത്രയും മാരകമായ ബാലിസ്റ്റിക് മിസൈലുകൾ കിട്ടിയെന്ന് സൗദി അന്വേഷിച്ചപ്പോഴാണ് അത് ഷിയ രാജ്യമായ ഇറാനിലേക്ക് വിരൽ ചൂണ്ടിയത്. സോവിയറ്റ് കാലത്തെ സ്കഡ് മിസൈലുകളും അതിൻ്റെ പ്രാദേശിക പതിപ്പുകളും ഹൂത്തികൾക്ക് കൊടുത്തത് ഇറാനാണ്. സുന്നി രാജ്യങ്ങളുടെ പുക കാണുകയാണ് ഷിയ കാർക്കശ്യത്തിൻ്റെ അവസാന വാക്കായ ഇറാൻ്റെ ലക്ഷ്യം. ഈ ഞെട്ടിക്കുന്ന ആക്രമണത്തിന് ശേഷമാണ് സൗദി അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ പൂർണ്ണമായും ഇറാനെതിരെ തിരിയുന്നത്. ഇന്ന് ഇസ്ലാമിക ലോകത്ത് തുർക്കി ഒഴികെയുള്ള ഒരു രാജ്യവും ഇറാനെ പിന്തുണയ്ക്കുന്നില്ല. കാരണം അവരുടെ കളി ഭീകരത കൊണ്ടാണ്. ഹൂത്തികൾ, ഹിസ്ബുള്ള, ഹമാസ് എന്നീ 3 പ്രോക്സികളെ വെച്ച് ലോകമാകെ ഭീകരത പരത്തുകയാണ് ഇറാൻ ചെയ്യുന്നത്. ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത ഇതിനായി ഇറാൻ ഒരു കില്ലർ സ്ക്വാഡ് തന്നെ ഉണ്ട് എന്നതാണ്. ഇസ്രായേലിലെ മൊസാദിൻ്റെ ഒന്നും 7 അയലത്ത് എത്തില്ല എങ്കിലും ഇറാനുമുണ്ട് ഒരു ചാരസംഘടന. ഇതിന് സവമദ് എന്നാണ് വിളിക്കുന്നത്. ഇറാനിലെ രഹസ്യാന്വേഷണ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലെ വിവരങ്ങൾ ശേഖരിക്കുക, രാജ്യസുരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഈ സംഘടന ചെയ്യുന്നത് എന്നാണ് പുറമേക്ക് പറയുക. പക്ഷേ ലോകവ്യാപകമായി ഇസ്ലാമിക ഭീകരവാദികൾക്ക് ഒത്താശ ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. ഇസ്രായേലിനെ നടുക്കിയ മ്യൂണിക് കൂട്ടക്കൊലയും എൻഡേബ തട്ടിക്കൊണ്ടുപോകലിനുമെല്ലാം സഹായം ചെയ്തവരിൽ ഇറാൻ്റെ കില്ലർ സ്ക്വാഡുകളും ഉണ്ടായിരുന്നുവെന്ന് നേരത്തെ വാർത്തയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് പുറത്തു വന്ന ഒരു വാർത്തയും ഞെട്ടിക്കുന്നതായിരുന്നു. തീവ്രവാദ ആക്രമണ സംശയത്തെ തുടർന്ന് 11 ഇറാനിയൻ പൗരന്മാർ US-ൽ അറസ്റ്റിലായിരിക്കുകയാണ്. ഇറാൻ കില്ലർ സ്ക്വാഡാണോ ഈ സംഘമെന്ന് സംശയമുണ്ട്. അറസ്റ്റിലായ മറ്റുള്ളവർ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളാണ് നേരിടുന്നത്. മറിച്ച് മയക്കുമരുന്ന് കൈവശം വയ്ക്കൽ, മോഷണം, ആയുധക്കടത്ത് എന്നിവയാണവ. ഇവർക്കും തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട് എന്നും സംശയിക്കപ്പെടുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുന്ന സമയത്താണ് ഈ ഇറാനികളുടെ അറസ്റ്റ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം, ആണവ പദ്ധതികളെക്കുറിച്ചുള്ള പാശ്ചാത്യ ആശങ്കകൾ, സമീപകാല സൈബർ ആക്രമണങ്ങൾ എന്നിവ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അവിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത്തരമൊരു അന്തരീക്ഷത്തിൽ ഈ അറസ്റ്റുകളെ കുടിയേറ്റ നിയമങ്ങളുടെ ലംഘനമായി മാത്രം കാണാൻ കഴിയില്ല എന്ന് US അന്വേഷണ ഏജൻസികൾ പറയുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അറസ്റ്റുകളിലെ ഏറ്റവും ആശങ്കജനകമായ കാര്യം ഇവയിലൊരാൾ ഇറാനിയൻ സ്നൈപ്പർ ആയിരുന്നുവെന്നും മറ്റു ചിലരുടെ പേരുകൾ തീവ്രവാദ നിരീക്ഷക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുമാണ്. ഇത് അമേരിക്കയിൽ ഒരു ആക്രമണം നടത്താൻ ഈ ആളുകൾ പദ്ധതി ഇട്ടിരുന്നോ എന്ന സംശയത്തിന് കാരണം ആകുന്നുവെന്ന് ന്യൂസ് വീക്ക് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇറാനികളിൽ ചിലർ അവരുടെ വിസ അപേക്ഷയിൽ തെറ്റായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. ഇത് അമേരിക്കയുടെ വിസ സ്ക്രീനിംഗ് സിസ്റ്റത്തിൻ്റെ പോരായ്മകളെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തി. ഇറാനിയൻ പൗരന്മാരെന്ന് സംശയിക്കപ്പെടുന്നവരുടെ അറസ്റ്റ് US ഇറാൻ ബന്ധത്തെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. അറസ്റ്റിലായ ഇറാനിയൻ പൗരന്മാർക്ക് ഇറാനിയൻ സർക്കാരുമായോ IRGCയുമായോ ബന്ധമുണ്ടെന്ന് തെളിയിക്കപ്പെട്ടാൽ അന്താരാഷ്ട്ര വേദിയിൽ ഇറാനെതിരെ കൂടുതൽ കർശനമായ നടപടികൾ സ്വീകരിക്കാൻ US നിർബന്ധമാകും. സമ്പന്നമായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്ന നാടായിരുന്നു ഇറാൻ. 18,000 വർഷം മുൻപേ തന്നെയുള്ള ലോകത്തിലെ ഏറ്റവും പുരാതനമായ സംസ്കാരങ്ങളുടെ നാടായി ഇത് അറിയപ്പെട്ടു. പേർഷ്യൻ, ബാബിലോണിയൻ സംസ്കാരങ്ങളുടെ കേന്ദ്രമായ ഈ നാട് ഒരു കാലത്ത് സമ്പൽ സമൃദ്ധമായിരുന്നു. ജൂതർക്കും സൗരാഷ്ട്രീയൻസിനും ക്രിസ്ത്യാനികൾക്കുമൊക്കെ ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞു. പക്ഷേ 79-ൽ ഇസ്ലാമിക ഭരണം വന്നതോടെ കാര്യങ്ങളാകെ മാറി. ആയത്തുള്ള ഖുമേനിയുടെ നേതൃത്വത്തിൽ നടന്ന ഇസ്ലാമിക വിപ്ലവത്തിന് കമ്മ്യൂണിസ്റ്റുകളുടെ പിന്തുണയുണ്ടായിരുന്നു. പക്ഷേ വിപ്ലവ വിജയത്തിന് ശേഷം ഖുമേനി പറഞ്ഞത് മതവിരുദ്ധതയോ മതപരമായ വിമർശനമോ ഒരിക്കലും അനുവദിക്കില്ല എന്നായിരുന്നു. വിപ്ലവത്തിന് ശേഷം പത്രങ്ങൾ അടച്ചുപൂട്ടി, ലിബറൽ എഴുത്തുകാരെ ജയിലിലടച്ചു,
1981 ഇറാനിൽ നിലനിന്നിരുന്ന സ്വതന്ത്ര മാധ്യമങ്ങൾ തീർത്തും ഇല്ലാതെയായി. സ്ത്രീകളുടെ അവകാശങ്ങൾ ഒന്നൊന്നായി ഇല്ലാതെയായി. 1983 നിയമം മൂലം ഹിജാബ് നിർബന്ധമാക്കി. സ്ത്രീകൾക്ക് കോടതികളിൽ അവകാശങ്ങൾ കുറഞ്ഞു. വിവാഹവും വിവാഹമോചനവും പൂർണ്ണമായി ഇസ്ലാമിക നിയമത്തിൽപ്പെടുത്തി. സ്ത്രീകളെ നിരീക്ഷിക്കാൻ മതകാര്യ പോലീസ് ക്യാമറകളും ഡ്രോണുകളും ഉപയോഗിച്ചു. മതനിയമം തെറ്റിക്കുന്നവരെ പിടികൂടി ക്രൂരമായി ശിക്ഷിച്ചു. ഇതിനെതിരായ പ്രക്ഷോഭങ്ങളിൽ നൂറുകണക്കിന് സ്ത്രീകൾ കൊല്ലപ്പെട്ടു. വിപ്ലവാനന്തരമുള്ള ഇറാന്റെ യാത്ര രക്തരൂക്ഷിതമായിരുന്നു. അയൽ രാജ്യങ്ങളോടും മുസ്ലിം ലോകത്തോടും പോലും അവർ പലപ്പോഴും ശത്രുതാപരമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പഴയ പ്രതാപം തിരികെ കൊണ്ടുവരാനും ഷിയ ഇസ്ലാമിൻ്റെ ആധിപത്യം സ്ഥാപിക്കാനും വേണ്ടിയുള്ള അവരുടെ ശ്രമങ്ങൾ നിരവധി സംഘർഷങ്ങൾക്കാണ് തിരികൊളുത്തിയത്. അതിൻ്റെ തുടർച്ചയായിരുന്നു ഇറാൻ ഇറാഖ് യുദ്ധവും. 1980 സെപ്റ്റംബർ 22 സദ്ദാം ഹുസൈൻ്റെ നേതൃത്വത്തിലുള്ള ഇറാഖ് ഇറാനെ ആക്രമിച്ചതോടെയാണ് 8 വർഷം നീണ്ടുനിന്ന ഒരു ദുരന്തം ആരംഭിക്കുന്നത്. ഒരു ദശാബ്ദത്തോളം നീണ്ട ഈ യുദ്ധം ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ പോരാട്ടങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഏകദേശം 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ഇതിൽ സൈനികരും സാധാരണക്കാരും ഉൾപ്പെടുന്നുണ്ട്. ഇറാന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏകദേശം 1,23,000 മുതൽ 1,60,000 സൈനികർ കൊല്ലപ്പെട്ടു എന്നും 60,000 പേരെ കാണാതായി എന്നുമാണ് പറയപ്പെടുന്നത്. ഇറാഖിൻ്റെ ഭാഗത്തും സമാനമായ നഷ്ടങ്ങളുണ്ടായി. രാസായുധങ്ങളും മിസൈലുകളും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഇരു രാജ്യങ്ങളും പരസ്പരം പോരടിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. ഇരു രാജ്യങ്ങൾക്കും നൂറുകണക്കിന് ബില്യൺ ഡോളറിൻ്റെ സാമ്പത്തിക നഷ്ടമുണ്ടായി. അടിസ്ഥാന സൗകര്യങ്ങൾ, വ്യവസായങ്ങൾ, എണ്ണപ്പാടങ്ങൾ എന്നിവ വലിയ തോതിൽ നശിപ്പിക്കപ്പെട്ടു. വിശുദ്ധ പ്രതിരോധം എന്ന് ഇറാൻ വിശേഷിപ്പിച്ച ഈ യുദ്ധം യഥാർത്ഥത്തിൽ ഇരു രാജ്യങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ മാത്രമാണ് വരുത്തിവെച്ചത്. ഗൾഫ് രാജ്യങ്ങളോടും എന്നും ശത്രുതാപരമായ സമീപനമാണ് ഇറാൻ സ്വീകരിച്ചത്. 1971 ബ്രിട്ടീഷ് സംരക്ഷണം അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ്, അതായത് UAE രൂപീകൃതമാകുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്, UAEയുടെ ഭാഗമായ അബു മുസ, ഗ്രേറ്റർ തമ്പ, ലെസർ തമ്പ എന്നീ 3 തന്ത്രപ്രധാനമായ ദ്വീപുകൾ ഇറാൻ ബലമായി പിടിച്ചെടുത്തു. ഈ നടപടി അറബ് ലോകത്ത് വലിയ രോഷമുണ്ടാക്കി. ഈ ദ്വീപുകൾ ഇപ്പോഴും ഇറാന്റെ നിയന്ത്രണത്തിലാണ്. ഈ കടന്നുകയറ്റം മേഖലയിലെ സംഘർഷങ്ങൾക്ക് ഒരു പ്രധാന കാരണമായി ഇന്നും തുടരുന്നു. UAE ഈ ദ്വീപുകളുടെ ഉടമസ്ഥാവകാശം ഉന്നയിക്കുമ്പോൾ ഇറാൻ തങ്ങളുടെ അവകാശവാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. മേഖലയിലെ രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും നയതന്ത്ര ബന്ധങ്ങളിലെ വിള്ളലിനും ഇത് കാരണമായിട്ടുണ്ട്. അതുപോലെ സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൽ ഇറാന്റെ ഇടപെടൽ ലോകമെമ്പാടും വലിയ വിമർശനങ്ങൾക്കിടയാക്കി. ഈ ഇടപെടൽ സിറിയയിലെ സാധാരണക്കാരുടെ ദുരിതങ്ങൾ വർദ്ധിപ്പിക്കുകയും ആഭ്യന്തര യുദ്ധം കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെയും മറ്റ് മനുഷ്യാവകാശ സംഘടനകളുടെയും കണക്കനുസരിച്ച് സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ ഇതുവരെ 5 ലക്ഷത്തിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇതിൽ സൈനികരും സായുധ സംഘാംഗങ്ങളും സാധാരണക്കാരും ഉൾപ്പെടുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഷിയ തീവ്രവാദം കയറ്റി അയക്കുക എന്ന പണിയാണ് വിപ്ലവത്തിന് ശേഷം ഖുമേനി ചെയ്തത്. ഇത് പല സുന്നി ഇസ്ലാമിക രാജ്യങ്ങൾക്കും ഭീഷണിയായി. ഷിയ ഐസിസ് എന്നറിയപ്പെടുന്ന ഹൂത്തി വിമതർ യമനിൽ ഇറാന്റെ സഹായത്താലാണ് വളർന്നത്. യമനിലെ ഇസ്ലാമിക ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച ഹൂത്തികൾ സമാന്തര ഭരണകൂടം സ്ഥാപിച്ചു. ലെബനോൻ എന്ന ലിബറൽ രാജ്യം കീഴടക്കി ഹിസ്ബുള്ള എന്ന പ്രോക്സിയെ ഉണ്ടാക്കി ക്രിസ്ത്യാനികളെ തുരത്തി സുന്നി മുസ്ലിങ്ങളെ കൊന്നൊടുക്കി ഇറാൻ വീണ്ടും ഭീഷണി ഉയർത്തി. ഈ ഹിസ്ബുള്ള നിരന്തരം ഇസ്രായേലിനെ ആക്രമിച്ചു. ഹമാസിനും നിർലോഭമായ പിന്തുണയാണ് ഇറാൻ കൊടുക്കുന്നത്. ഇറാൻ ആയുധം നൽകി ഭീകരരെ പറഞ്ഞു വിടുമ്പോൾ ഇസ്രായേൽ പൊരുതുന്നത് അവരുടെ അതിജീവനത്തിനാണെന്ന് കേരളത്തിലെ മാധ്യമങ്ങളടക്കം മറന്നു പോകുന്നു. സൗദിക്കും UAEക്കും നേരെ ഹൂത്തികൾ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. നേരത്തെ മക്കയ്ക്കും മദീനയ്ക്കും നേരെ മിസൈൽ അയച്ചവരാണ് ഹൂത്തികൾ. ഇതൊക്കെ എല്ലാ മുസ്ലിം രാജ്യങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് അവർ യഹൂദൻ്റെ സാങ്കേതിക വിദ്യയായ എയർ ഡിഫൻസ് സിസ്റ്റം മക്കയിലടക്കം സ്ഥാപിച്ചത്. സൗദിയിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായ അരാംകോ പോലും ഹൂത്തികളാൽ ആക്രമിക്കപ്പെട്ടു. നിരവധി മലയാളികൾക്ക് വരെ ജോലി കൊടുക്കുന്ന കമ്പനിയാണത്. ബഹ്റൈനിലെ ഷിയ തീവ്രവാദ കൂട്ടായ്മ ഇറാൻ നിയന്ത്രിക്കുന്നതാണ്. ഈജിപ്ത് മുസ്ലിം ബ്രദർഹുഡിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ തീവ്ര ഷിയ ആശയങ്ങളുടെ പ്രചാരം അവിടെ വലിയ ഭീഷണിയായി നിലനിൽക്കുന്നുണ്ട്. ഇറാന്റെ പ്രോക്സികൾ ഇന്ത്യക്കും ഭാവിയിൽ സുരക്ഷാ ഭീഷണിയാകും. കാശ്മീർ ഉൾപ്പെടെയുള്ള തീവ്രവാദ വേദികളിൽ ഇറാന്റെ ആശയങ്ങൾ പരോക്ഷ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ ആയിരിക്കണം സൗദി അറേബ്യ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ എന്ന MBS ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ അഡോൾഫ് ഹിറ്റ്ലറുമായി താരതമ്യം ചെയ്തത്. ഈ മതശ്വാസം മുട്ടലിനെതിരെ ഇറാനിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പ്രക്ഷോഭങ്ങൾ
ശ്രദ്ധിക്കേണ്ടതുണ്ട്. 99-ലും 2009-ലും 2002-ലും ഉണ്ടായ ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്താൻ IRGCയെയും ബസിജ് സായുധ സേനയെയുമാണ് ഖമേനി ഇറക്കിയത്. 2022-ൽ 100 കണക്കിന് സ്ത്രീകളെ വെടിവെച്ച് കൊന്നാണ് പ്രക്ഷോഭത്തെ അടക്കിയത്. 24-കാരിയായ മഹ്സ അമീനി ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയായി. പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മരിച്ചതാണ് രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഇടയാക്കിയത്. ഇതിനെയൊക്കെ ഇറാൻ അടിച്ചമർത്തിയത് ടീം 12 സംഘം എന്ന ക്രൂരന്മാരെ വെച്ചാണ്. ഇവർ ചെയ്യാത്ത അതിക്രമങ്ങളില്ല. 2022-ൽ ഹിജാബ് ശരിക്കും ധരിച്ചില്ല എന്ന് പറഞ്ഞ മഹ്സ അമീനി എന്ന യുവതിയെ പോലീസ് തല്ലിക്കൊന്നപ്പോൾ ഉണ്ടായ പ്രക്ഷോഭങ്ങൾ അടിച്ചൊതുക്കിയത് ഇവരാണ്. മഹ്സയുടെ മരണത്തെ തുടർന്ന് മാസങ്ങളോളം നീണ്ട സംഘർഷത്തിൽ 500ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ 71 പേർ പ്രായപൂർത്തിയാകാത്തവരായിരുന്നു. 100 കണക്കിന് പേർക്ക് പരിക്കേറ്റു. 10,000-ഓളം സ്ത്രീകൾ തടവറയിൽ അടക്കപ്പെട്ടു. ഇപ്പോൾ ഇറാൻ കില്ലർ സ്ക്വാഡ് അമേരിക്കയിലും എത്തി എന്നത് ഞെട്ടലോടെയാണ് ലോകം കാണുന്നത്. ഇങ്ങനെ ലോകം മുഴുവൻ ഭീകരത പരത്തിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ.